Celebrating 50 years. Majestic Jewelers. പരപ്പനങ്ങാടിയിൽ 26 ഗ്രാം MDMA-യുമായി യുവതിയടക്കം 2 പേർ പിടിയിൽ. കോഴിക്കോട് സ്വദേശികളായ മുഷാഹിദ്, റജീന എന്നിവരെയാണ് പരപ്പനങ്ങാടി എക്സൈസ് സംഘം പിടികൂടിയത്. ഓട്ടോറിക്ഷയിലാണ് മയക്കുമരുന്ന് എത്തിച്ചത്. ഓട്ടോയും കസ്റ്റഡിയിലെടുത്തു. ഓണം സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് പരപ്പനങ്ങാടി ടൗൺ കേന്ദ്രീകരിച്ച് പരപ്പനങ്ങാടി എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് വിതരണത്തിനെത്തിച്ച മാരക മയക്കുമരുന്നായ MDMA-യുമായി യുവതിയടക്കം 2 പേർ പിടിയിലായത്. തീരദേശം കേന്ദ്രീകരിച്ച് വിൽപ്പനയ്ക്കായി എത്തിച്ച MDMA-യാണ് പിടികൂടിയത്. കോഴിക്കോട് ചാലിയം സ്വദേശി നാലുകുടിപ്പറമ്പിൽ മുഷാഹിദ് 32 വയസ്സ്, കോഴിക്കോട് കരുവന്തിരുത്തി സ്വദേശിനി താഴത്തകത്ത് വീട്ടിൽ റജീന 38 വയസ്സ് എന്നിവരെയാണ് എക്സൈസ് അറസ്റ്റ് ചെയ്തത്. മുഷാഹിദിൽ നിന്ന് 3.38 ഗ്രാം MDMA-യും റജീനയിൽ നിന്ന് 22.85 ഗ്രാം MDMA-യും പിടിച്ചെടുത്തു. പരപ്പനങ്ങാടി തീരദേശത്തു നിന്നാണ് മുഷാഹിദിനെ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ സാബു ആർ ചന്ദ്രയുടെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. മുഷാഹിദ് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾക്ക് മയക്കുമരുന്ന് വിൽപ്പനയ്ക്കായി നൽകിയ റജീനയെയും അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് കുതിരവട്ടത്തുള്ള എടക്കുളം വയൽ നാനോ ഫ്ളാറ്റിൽ നടത്തിയ പരിശോധനയിലാണ് റജീനയെ മയക്കുമരുന്നുമായി പിടികൂടിയത്. ഇവർ സ്ഥിരമായി ലഹരിക്കടത്തിന് ഉപയോഗിക്കുന്ന ഓട്ടോറിക്ഷയും പിടിച്ചെടുത്തു. 26.23 ഗ്രാം MDMA-യാണ് മാരക മയക്കുമരുന്നായ MDMA, സിന്തറ്റിക് ഡ്രഗായ MDMA-യാണ് പിടിച്ചെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഒരു വലിയ മയക്കുമരുന്ന് ലോബിയുടെ ഒരു കണ്ണി മാത്രമാണ് ഈ റജീന എന്ന് പറയുന്ന സ്ത്രീ. അവർക്ക് അവിടെ തന്നെ വിശാലമായൊരു നെറ്റ്വർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ അത് വളരെ ഒരു കണ്ണിങ്ങായ രീതിയിലാണ്, വളരെ ഒരു ബുദ്ധിപരമായ രീതിയിലാണ് ഞങ്ങൾ അവരെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. റെയ്ഡിൽ പ്രിവന്റീവ് ഓഫീസർമാരായ പ്രജോഷ് കുമാർ, ഉമ്മർകുട്ടി, പ്രദീപ് കുമാർ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഷിഹാബുദ്ദീൻ കെ, നിതിൻ ചോമാരി, ദിദിൻ M, അരുൺ, ജയകൃഷ്ണൻ, വിനീഷ് PB, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ശ്രീജ M, സ്മിത K, ഡ്രൈവർ വിനോദ് കുമാർ തുടങ്ങിയവരും പങ്കെടുത്തു. പരപ്പനങ്ങാടി ടൗണിൽ നിന്ന് മുഷാഹിദിനെ അറസ്റ്റ് ചെയ്ത വിവരം ഞങ്ങൾ അപ്പോൾ തന്നെ മാധ്യമങ്ങളെ പോലും ഞങ്ങൾ അറിയിച്ചില്ല. നിയമപരമായ ആ നടപടികളിലൂടെ വളരെ പെട്ടെന്ന് തന്നെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്ത് ആണ് നമുക്ക് ഈ സ്ത്രീയെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. ഇത് പരപ്പനങ്ങാടി റേഞ്ചിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും ഇന്ന് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഇവരെ ഹാജരാക്കുകയും ചെയ്യും. ഈ കേസിൽ ഇവർക്ക് MDMA നൽകിയത് മാങ്കാവി തന്നെ ഉള്ള ഒരാളാണെന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം മലപ്പുറം അസിസ്റ്റൻ്റ് എക്സൈസ് കമ്മീഷണർ ആണ് ഇനി നടത്തുന്നത്. അദ്ദേഹം നടത്തുകയും ഇതിനകത്ത് കൂടുതൽ വ്യക്തമായ വിവരങ്ങൾ ആരാണ് ഇതിൻ്റെ പുറകിലുള്ളതെന്നും, വളരെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി വളരെ വിശാലമായ വളരെ വലിയൊരു കണ്ണിയാണ് ഒരു മയക്കുമരുന്ന് ലോബി കണ്ണി.